കായംകുളം നഗരസഭ 32-ാം വാർഡിലെ പുന്നക്കുളം ബംഗ്ലാവിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായി പ്രതിഭ എംഎൽഎ അനുവദിച്ച 15,60,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി കാൽനട പോലും ദുസ്സഹമായി കിടന്നിരുന്ന കായംകുളം നഗരസഭയിലെ 32-ാം വാർഡിലെ പുന്നക്കുളം ബംഗ്ലാവിൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമായി. എംഎൽഎ ഫണ്ടിൽ നിന്നും പ്രതിഭ എംഎൽഎ അനുവദിച്ച 15,60,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി. പക്ഷെ ഒരു വാർഡിൽ ഒരു മെമ്പർക്ക് കിട്ടുന്ന ഫണ്ടെന്ന് പറയുന്നത് റോഡിനും ഓടയ്ക്കും എല്ലാം കൂടെ കൂടി വന്നാൽ ഒരു 9 ലക്ഷം രൂപ അല്ലെങ്കിൽ 11 ലക്ഷം രൂപ അതിനപ്പുറം അങ്ങോട്ട് കിട്ടത്തില്ല. റോഡ് മെയിൻ്റനൻസിന് 5 ലക്ഷത്തിൽ കൂടുതൽ കൊടുക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ 15 ലക്ഷത്തിൽ രൂപ മുടക്കിയാണ് ഈ റോഡ് ഇത്ര മനോഹരമായി ചെയ്തത്. എംഎൽഎയുടെ ഫണ്ട് ആസ്തിവാസിയുടെ ഫണ്ട് എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു കൗൺസിലർ 2-3 വർഷത്തെ അവരുടെ റോഡ് മെയിൻ്റനൻസിൻ്റെ പദ്ധതി പണം വെച്ചെങ്കിൽ മാത്രമേ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് തന്നെ എംഎൽഎ അത് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ റോഡിൽ കൂടി ഞാനും വന്നിട്ടുണ്ട്. വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ഈ റോഡ്. അതുകൊണ്ട് തന്നെ ഞാനും സെക്രട്ടറിയൊക്കെ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫണ്ട് ഇത്രയും അങ്ങോട്ട് ഒരു വാർഡിലേക്ക് തന്നെ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. വൈസ് ചെയർമാൻ അടക്കം വാർഡ് കൗൺസിലർ ഒക്കെ തന്നെ അതിന് പരിശ്രമിച്ചായിരുന്നു. പക്ഷെ അത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിഭ എംഎൽഎ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ കൂടി സമീപത്ത് ഇപ്പത്തെ ഭാഗത്ത് വരുന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ ഇവിടെ അന്ന് കഴിഞ്ഞ എന്തോ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന സമയത്താണ് ഒരു കുട്ടിയാണ് ഇവിടുന്ന് ആദ്യം ഇതിന്റെ ഒരു ലെറ്റർ കൊണ്ട് വന്നത്. സൂര്യാണ് ആദ്യം ഇത് കൊണ്ട് തന്ന് അതിന് വലിയ പരാതിയൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞങ്ങൾക്ക് ഒത്തിരി കത്ത് കിട്ടും. അതിനുശേഷം ഞങ്ങള് ഒരു ഫണ്ടിന്റെ ആലോചിക്കാൻ വേണ്ടി, കാരണം 5 കോടി രൂപ 6 പഞ്ചായത്ത് ഒരു നഗരസഭയാണല്ലോ. അപ്പൊ അത് ആലോചിക്കാൻ വേണ്ടി കൂടിയ സമയത്ത് ഞങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരാട്ടം ഉണ്ടായ സമയത്ത് എൽ.സി. സെക്രട്ടറി മധുസഖാവ് അതിൻ്റെ അകത്ത് പറഞ്ഞു ഇതെന്തായാലും വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റാത്തത്ര പ്രയാസമാണെന്ന് പറഞ്ഞു. ശരിയാണ്, നിങ്ങൾ ഓരോ ഭാഗത്തേക്കാർക്ക് സംബന്ധിച്ച് ആ ഭാഗത്തെ റോഡ് പ്രധാനമാണ്. എന്നാൽ എല്ലാ ഇടങ്ങളിലും ഒരു വാർഡിൽ ഒരു 10 റോഡുണ്ടെങ്കിൽ ഒരു 2 എണ്ണം മോശമായിരിക്കും, 8 എണ്ണം നമ്മൾ ചെയ്തു പിന്നെയും കാണുമല്ലോ. അതൊക്കെ തുടർച്ചയാണ്. വരുന്നവർ കൗൺസിലൊക്കെ ഇപ്പൊ പുതിയത് വരും, വീണ്ടും അതൊക്കെ ചെയ്യും. അതൊക്കെ തുടർച്ചയാണ്. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല. ഇത് ചെയ്യുമ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് കറങ്ങി പോകുമ്പോൾ അവിടെ നിന്ന് മോശം കാണും. അപ്പോൾ നമുക്ക് വിഷമമാണ്. നമുക്കൊക്കെ തോന്നും ഒറ്റയടിക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കണമെന്ന് തോന്നും. പക്ഷെ അത് നടക്കില്ലല്ലോ. ഇവിടെ ഇന്ന് ഇതിന്റെ കൂടെ വിജുവും സുനിലും ദിലീപും പിന്നെ സുഗൻ സാറും ഇവിടുത്തെ ഒരു വലിയ ടീമുണ്ട്. ഇവരെല്ലാവരും എന്നോട് നിരന്തരമായിട്ട്, ഇത് മാത്രമല്ല ഈ പ്രദേശത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവരെല്ലാം സൂചിപ്പിക്കാറുണ്ട്. എല്ലാവരുടെയും ഒരു ഇടപെടലുണ്ട്. ഇവിടെ ചെയ്യുമ്പം കോൺട്രാക്ടറോട് പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സൈഡ് എപ്പോഴും ഒരു പ്രശ്നമായിരിക്കും. സൈഡിൽ ഭംഗിയായിട്ട് ഈ ഒരു തുകയ്ക്ക് തന്നെ നിന്ന് അതെല്ലാം ചെയ്തിട്ടുണ്ട്. വൈസ് ചെയർമാൻ ജെ ആദർശ് ആശംസകൾ നേർന്നു. ദിവ്യ ദിലീപ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രതിഭ എംഎൽഎ, ജെ ആദർശ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാഹി, കോൺട്രാക്ടർ വിശ്വനാഥൻ, സുനിൽ ഒരാറപ്പറമ്പിൽ തുടങ്ങിയവരെ ആദരിച്ചു. സൂര്യ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കൃഷ്ണപുരം.